കൊണ്ടുവന്നത് അത്രയും കാലം നമ്മളൊരു 100 മീറ്റർ റേസ് കാണുക എന്ന് പറയുമ്പോൾ സാധാരണഗതിയില് പൊതുവെ സ്പീഡിൽ ഓടുക എന്ന അതായത് സ്ട്രൈഡ് ഫ്രീക്വൻസി കേട്ടിട്ടുണ്ടാവും. എത്ര വേഗം നമ്മള് ഒരു കാലടി വെച്ച് അടുത്ത കാലടി വെക്കുന്നതിന്റെ വേഗം കൂടുതലാവുന്നത് കൊണ്ടാണ് ഈ സ്പ്രിന്റ് മത്സരങ്ങളിൽ വിജയിക്കുന്നതാണ് എന്നായിരുന്നു അതുവരെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്, നമ്മൾ കണ്ടിരുന്നത്. അപ്പൊ അതല്ല എന്ന് മാറ്റി കുറിച്ചുകൊണ്ട് ഉസൈൻ ബോൾട്ട് അദ്ദേഹം വന്ന് തെളിയിച്ചത് സ്ട്രൈഡ് ഫ്രീക്വൻസി അല്ല, സ്ട്രൈഡ് ലെങ്ത്. എത്ര ദൂരേക്ക് കാലടികൾ വെക്കുന്നു, അത് എത്ര പവർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നു എന്നത് നമ്മൾ ഒരു സയൻസിനെ മാറ്റി കുറിക്കുന്ന രീതിയിൽ ഒരു വിജയത്തിലേക്ക് എത്തിക്കാം എന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. പലപ്പോഴും പല ഡിസബിലിറ്റി ഒക്കെ ഉള്ള ആളുകൾക്ക് നമ്മൾക്ക് സപ്പോർട്ടായിട്ടുള്ളതും മെഡിക്കൽ സയൻസ് ആണ്. നമ്മളുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾക്കൊരു ഡിസ്കറേജ്മെന്റും മെഡിക്കൽ സയൻസ് ആണ്. കാരണം ഒരു തരത്തിൽ നമ്മളുടെ എല്ലാ അസ്വസ്ഥതകളും അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റ് ഡിസീസസിനുള്ള ക്യൂറ് പലപ്പോഴും തരുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്പൈനൽ കോഡ് ഇഞ്ചുറി, അതുപോലെ ചില കേസസ് വരുമ്പോൾ നമുക്ക് മെഡിസിൻസ് അവൈലബിൾ അല്ലാത്തൊരവസ്ഥ, എങ്ങനെ അതിൽ റിക്കവറി പലപ്പോഴും മെഡിക്കൽ സയൻസിന്റെ ഒരു പുസ്തകത്തിൽ അങ്ങനെ ഒരു ചാപ്റ്ററിനെ കുറിച്ച് നമുക്ക് എവിടെയും പ്രതിപാദ്യം കാണുന്നില്ല. അതിനുള്ള റിക്കവറി ചാൻസസ് അതുപോലെയുള്ളത് കുറവാണെന്നുള്ള രീതിയിലൊക്കെ വരുമ്പോൾ അതിനപ്പുറം എന്താണ്, നമ്മൾ എങ്ങനെയാണ് ജീവിതം പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന കാര്യങ്ങളിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നമ്മളുടെ ആ ഒരു സ്ട്രൈഡാണ്. സ്ട്രൈഡ് എന്ന് നമ്മളുടെ ജീവിതത്തിൽ ആ വാക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ അതൊരു വിഷനിലേക്കാണ് നമ്മളെ കൊണ്ടുവരേണ്ടത്. തീർച്ചയായിട്ടും നമ്മളുടെ ഒരു വിഷൻ ഉണ്ടാവുമ്പോൾ അതാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ബോൾട്ട് അദ്ദേഹത്തിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ തന്നെ കാലടിയുടെ നീളം കൂടുതലാക്കിക്കൊണ്ട് അദ്ദേഹം അതുവരെ ഉണ്ടായിരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യന് ഇത്ര സ്പീഡിൽ ഓടാൻ സാധ്യമല്ല 100 മീറ്റർ എന്ന് വിധി എഴുതിയതിനെ കടത്തിയിട്ടാണ് അദ്ദേഹം ആ ഒരു പുതിയ റെക്കോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതുവരെ ഉണ്ടായിരുന്ന ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇത്ര അധികം ഉയരമുള്ള ഒരു വ്യക്തിക്ക് ഇത്രയും സ്പ്രിന്റിൽ മുന്നോട്ട് വരാൻ സാധിക്കില്ല. കാരണം നമ്മൾ നോക്കിയാൽ അറിയാം, അതുവരെയുള്ള സ്പ്രിന്റേഴ്സ് എല്ലാം അത്ര അധികം ഉയരമുള്ള വ്യക്തികളായിരുന്നില്ല. കാരണം അത് ഈ ഒരു സ്പോർട്സ് ഇവന്റിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിരുന്നില്ല. പക്ഷെ ഇതെല്ലാം ഇത്രയും നെഗറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ തൻ്റെ ഇതിലേക്ക് കൊണ്ടുവന്നാണ്, ഫേവറബിൾ ആക്കി മാറ്റി മറ്റുള്ളവർ ആരേക്കാളും മുന്നോട്ട് വരാൻ എന്നുള്ള ഒരു മാർഗമാണ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നത്. അത് ഈ ഒരു സ്ട്രൈഡ് ഫ്രീക്വൻസിക്ക് പകരം അദ്ദേഹം സ്ട്രൈഡ് ലെങ്ത്, എത്ര ദൂരെ കാലടി വെക്കുന്നു, അത് നമ്മളുടെ ജീവിതത്തിൽ എടുക്കുമ്പോൾ നമ്മൾ എത്ര ദൂരേക്കുള്ള വിഷൻസ് ഹോൾഡ് ചെയ്യുന്നു എന്നത് നമുക്കുള്ള ഒരു പാഠമാണ് അതിൽ നിന്നും. അപ്പോൾ എൻ്റെ ജീവിതത്തിലും ഒരു 2008 അതായത് 18 വയസ്സിലാണ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ഒരു അപകടം സംഭവിച്ചിട്ട് സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയിരുന്നു. അപ്പോൾ അതിനുശേഷം കൈയുടെയും കാലുകളുടെയും മൂവ്മെന്റ്സ് അഫക്റ്റ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ഞാനൊരു സ്പീച്ച് റെക്കഗ്നിഷൻ എന്ന സോഫ്റ്റ്വെയറിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നതും. അതുപോലെ തന്നെ ഇപ്പോഴും സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു സിസ്റ്റത്തിലൂടെയാണ്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ സ്പീച്ച് റെക്കഗ്നിഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന കമാൻഡാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്നത് അതിൽ തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ആദ്യ ഒരു കാലഘട്ടത്തിൽ, അതായത് ഈ 2008 അപകടം സംഭവിച്ച സമയത്ത് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യത്തെ 1-2 വർഷം പല പല ഹോസ്പിറ്റൽസിലും പോയിട്ട് അതിനൊരു ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് നോക്കിയിട്ടുള്ള ഒരു യാത്രകളായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 2 വർഷത്തോളം കാലം അങ്ങനെ തന്നെയാണ് പോയിട്ടുള്ളത് പല ഹോസ്പിറ്റലിൽ നിന്നും. പിന്നീട് അത് കഴിഞ്ഞ് വീട്ടിൽ എത്തുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം, വയ്യാതിരിക്കുന്ന ഒരു വ്യക്തി, അതായത് ഇപ്പോൾ ഒരു 18 വയസ്സായ ഒരു പയ്യൻ ഇങ്ങനെ വീട്ടിലുണ്ടാവുമ്പോൾ പലപ്പോഴും അറിയാം, റിലേറ്റീവ്സ് ആയാലും ഗസ്റ്റ് ആയാലും നെയ്ബർഹുഡ് എല്ലാവരും വന്നിട്ട് ഇങ്ങനെ ഒരു സിമ്പതിയോടെ ഉള്ള ഒരു നോട്ടവും അവരുടെ സംസാരിപ്പിക്കലും അവരുടെ നമ്മളോടുള്ള പെരുമാറ്റങ്ങളും നമുക്ക് ശരി ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. എങ്കിൽ അവർക്ക് എല്ലാവർക്കും നല്ലൊരു ചിന്താഗതിയാണ് എങ്കിൽ കൂടെ അത് നമ്മളെ ബാധിക്കുന്നത് ശരിയായ രീതിയിലായിക്കൊള്ളുന്നില്ല. കാരണം നമ്മൾ അതൊട്ടും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ
നമ്മൾ എപ്പോഴും അറിയാം ഒരു ഹ്യൂമൻ ബീങ്സ് എന്നുള്ള രീതിയിൽ ഒരു കോൺട്രിബ്യൂട്ടിങ് സൈഡിൽ ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അതായത് റിസീവിങ് സൈഡിനെ ക്കാളുപരി അതാണ് നമ്മളുടെ ജീവിതത്തെ മീനിങ് ഫുൾ ആക്കുന്നതും. അപ്പോൾ ഇങ്ങനെ ഒരു ലൈഫായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു അപ്പോഴാണ് ശരിക്കും എനിക്കൊരു മനസ്സിലായത്, ഒരു വ്യക്തികൾ അവതരിപ്പിക്കുന്ന ചലഞ്ച് എന്ന് പറയുന്നത് സ്വയം അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു 2 വർഷത്തെ ഹോസ്പിറ്റലുകൾ തീർന്നുള്ള യാത്ര കഴിഞ്ഞ് എത്തുമ്പോൾ എനിക്ക് കുറേ സമയം എൻ്റെ കൂടെ ഇരിക്കേണ്ടി വരികയാണ്. നമുക്ക് സാധാരണ നമുക്കറിയാം, ഇപ്പോൾ ഒരു കുറച്ച് നമുക്ക് അത്ര കംഫർട്ടബിൾ അല്ലാത്ത ഒരു കമ്പനിയിൽ നമ്മൾ പോയിട്ട് അവരുടെ കൂടെ ഇരിക്കേണ്ടി വരുമ്പോൾ നമുക്കൊരു ഹോപ്പ് ഉണ്ട്, എന്താ വെച്ചാൽ കുറച്ച് സമയത്തേക്കേ ഉള്ളൂ, അത് കഴിഞ്ഞ് നമുക്ക് പോകാം. പക്ഷേ ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റി ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മളുടെ കൂടുതൽ സമയമുള്ളത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള എല്ലാം ആ ഒരു പുറത്ത് വരുന്ന ഒരു ടൈമാണ്. നമ്മളുടെ പിന്നെ അതുപോലെ തന്നെ ഒരു പൊതുവേ ഒരു മനസ്സിൻ്റെയൊക്കെ ഉള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത്, നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലൂടെ ഒരു വ്യക്തി സഞ്ചരിച്ച് പോകുമ്പോൾ മനസ്സ് അതിനനുസരിച്ചിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും നമ്മളുടെ ഫർദർ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചും മനസ്സിങ്ങനെ പുതിയ പുതിയ ആശയങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്ന് തരുന്ന പോലെ, ഒരു ഇപ്പോൾ ഫെയിലിയർ അതുപോലെ ഒരു ഡിസ്ട്രെസ്സിൻ്റെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ മനസ്സ് നമുക്ക് കൊണ്ടുവന്ന് തരുന്ന കാര്യങ്ങളും ക്രിറ്റിസിസം അതുപോലെയുള്ളത് തന്നെയായിരിക്കും പലപ്പോഴും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാവരും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതാണ്. സത്യം പറയാൻ ഒരു ജീവിതത്തിൽ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ആളുകൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് നോക്കുമ്പോൾ അവരുടെ ജീവിതം മറ്റ് ഇപ്പോൾ പലരുടെയും ജീവിതം കാണുമ്പോൾ അതൊരു പക്ഷേ ഫെയിലിയർ ആണ്, അല്ലെങ്കിൽ ഒന്നും എത്തിയില്ല എന്നുള്ള രീതിയിലുള്ള ജീവിതങ്ങളും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നത്, എങ്ങനെയാണ് അവര് ഈ ഒരു സ്ട്രെയിറ്റ് റോഡിലൊരു ഡൈവേർഷൻ കാണുമ്പോൾ അതിലേത് അവർ ചൂസ് ചെയ്തു എന്നുള്ളതാണ്. അതായത് പലപ്പോഴും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന സമയങ്ങളിൽ, അതായത് അവരുടെ പരാജയത്തിലൂടെ പോകുന്ന സമയങ്ങളിലും അവരുടെ മനസ്സിലുണ്ടായിരുന്നത് അവരുടെ സക്സസിനെ കുറിച്ചും അതിലേക്കുള്ള പാതയായിരുന്നു പലപ്പോഴും ഓരോ ആ വ്യക്തികളുടെ ഉള്ളിൽ. നേരെമറിച്ച് ഒരു പരാജയത്തിലിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് തന്നെ കൂടുതലായിട്ട് ചിന്തിക്കുകയും ഇത് തന്നെയാണ് നമ്മളുടെ ജീവിതം എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടില്ല ഒരിക്കലും. അപ്പോൾ എനിക്കും സത്യം പറഞ്ഞാൽ ആ ഒരു കാലത്ത്, അതായത് സ്വയം ഉൾക്കൊള്ളാൻ വേണ്ടി തുടങ്ങുന്ന, അല്ലെങ്കിൽ ആ ഒരു പരിശീലനം നേടുന്ന ആ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം, ഒരു നല്ല രീതിയിൽ പോകണം എന്ന് ഉള്ളത് എനിക്കൊരു ശരിക്കും ആ സമയത്ത് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിലും മനസ്സിലെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളുടെ പൊതുവേ ഉള്ളൊരു ജനറേഷൻ ഉണ്ടല്ലോ, ഒരു ജോലിയിലേക്ക് എത്തണം എങ്ങനെയെങ്കിലും എന്നൊരു ആശയം എൻ്റെ മനസ്സിൽ കയറി വന്നു. കാരണം സ്വയം ഒരു ഇൻഡിപെൻഡൻ്റ് ആവുക എന്നൊരു ഇതാണ് എൻ്റെ മനസ്സിൽ ആദ്യം വന്നത്. അങ്ങനെ എനിക്ക് മനസ്സിൽ വിചാരിച്ചു ഈ ഡോളേഴ്സിലേക്ക് എനിക്ക് വരും, ഞാൻ ആ ഒരു ജോലി എത്തും, അത് സമ്പാദിക്കാൻ കഴിയും എന്നൊരു ഡ്രീം എങ്ങനെയോ എൻ്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ സത്യം പറഞ്ഞ വർക്ക് എന്ന് പറയാൻ എനിക്കറിയില്ല, ആ സമയത്ത് ഒരു ബാങ്ക് അക്കൗണ്ട് പോലും എനിക്കില്ലാത്തൊരു സമയമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒരു ഡ്രീം എനിക്ക് വന്ന് എനിക്ക് ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ എങ്ങനെ പറയുമായിരുന്നു. അപ്പം നമ്മളുടെ ഫ്രണ്ട്സിനോട് എല്ലാം ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അവർ പറയും എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് പലപ്പോഴും കളിയാക്കലുകളും ഇതൊക്കെ വരും. പക്ഷേ പതുക്കെ കാലക്രമേണ നമ്മൾ ഒരു കാര്യം ഇങ്ങനെ ആഗ്രഹിച്ച് അതിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ പലതും കൂടെ വരിക എന്നുള്ളതാണല്ലോ. അങ്ങനെയാണ് പതുക്കെ പതുക്കെ നമ്മൾ ഒരു ടി വിയിലൊരു ഇത് കാണാനിടയായി. ഒരു പ്രോഗ്രാമിൽ ഡോക്യുമെൻ്ററി ആയിരുന്നു. അപ്പോൾ അതിലൊരു വ്യക്തി, ഡിസബിലിറ്റി ഉള്ള ഒരു വ്യക്തി, അവർ ഒരു കമ്പ്യൂട്ടർ ലാപ്ടോപ്പിൻ്റെ സഹായത്തോടു കൂടെ അദ്ദേഹത്തിന് കൈ ചലിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ഒരു താടി ഉപയോഗിച്ച് ലാപ്ടോപ്പ് പ്രവർത്തിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം കാണാനിടയായി. ഇത് കണ്ടപ്പോൾ വളരെയധികം എനിക്കൊരു ഹോപ്പായി, അത് നമുക്കും അങ്ങനെ ചെയ്ത് നോക്കാമല്ലോ എന്നുള്ള. അപ്പം അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു ലാപ്ടോപ്പിൽ കൊണ്ടുവരികയും അതിൽ പിന്നീട് താടി വെച്ചിട്ട് വർക്ക് ചെയ്യാൻ നോക്കി, അത് ശരിയായില്ലെങ്കിലും ഒരു പേന കടിച്ചു പിടിച്ചുകൊണ്ട് ലാപ്ടോപ്പിൽ പതുക്കെ വർക്ക് ചെയ്യാനും
അങ്ങനെ ചെയ്യാനുള്ളൊരു പതുക്കെ തുടങ്ങുകയും അങ്ങനെയാണ് ആദ്യത്തെ കമ്പ്യൂട്ടർ ഉപയോഗം പിന്നീട് സ്റ്റാർട്ടാവുന്നത്. അങ്ങനെ അതോടെ നമ്മൾ ഓരോ സ്റ്റെപ്സ് കഴിയുമ്പോഴും നമ്മളുടെ ആ ഒരു മേഖലകൾ മാറുകയാണല്ലോ. നമ്മളുടെ മനസ്സിൻ്റെ ഒരു എന്താണ് നമ്മളുടെ ഒരു സാഹചര്യങ്ങൾ മാറുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ അവിടുന്ന് മുന്നോട്ട് വന്ന് ഞാനൊരു ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. അപ്പം അതിൽ ആണ് നമുക്ക് വീണ്ടും പുതിയ അറിവുകൾ കിട്ടിയത്. ഇങ്ങനെ ശബ്ദത്തിൻ്റെ സഹായത്തോടു കൂടെ നമുക്ക് കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ പറ്റും എന്നൊരു അറിവ് അതിൽ കിട്ടുകയും അതിൽ സോഫ്റ്റ്വെയറുകളെ കുറിച്ച് അവർ പറഞ്ഞു തരുകയും ചെയ്യുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെയാണ് മനസ്സിലായത് വിൻഡോസിൻ്റെ തന്നെ സ്പീച്ച് റെക്കഗ്നിഷൻ എന്ന ഈ സോഫ്റ്റ്വെയർ നമുക്ക് സൗണ്ടിലൂടെ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനും അതുപോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യിപ്പിക്കാനും ടൈപ്പ് ചെയ്യാനും അത് ജനറലി യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു യൂസിലേക്ക് വന്നത്. അങ്ങനെ വന്ന് ഇത് യൂസ് ചെയ്ത് പതുക്കെ അതിലേക്ക് ഒരു പഴക്കം ആവുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്ന ഫിസിയോതെറാപ്പി ചെയ്തിരുന്ന എൻ്റെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഒരു ദിവസം വന്ന് പറയുണ്ടായി, അദ്ദേഹത്തിൻ്റെ ബ്രദർ US-ലുണ്ട്. അപ്പോൾ അവർ ഈ പുസ്തകങ്ങൾ അവിടെ സെല്ല് ചെയ്യുന്നതാണ്, ഓൺലൈനിൽ അദ്ദേഹം പുസ്തകങ്ങൾ സെല്ല് ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതുപോലെ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ട് സ്റ്റോക്കായിട്ട്. അപ്പോൾ അത് അവർക്ക് ഓൺലൈനിൽ അത് ഡീറ്റെയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ആരെങ്കിലും ഇരുന്നൊന്ന് വർക്ക് ചെയ്യണം. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമായി. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് ഇത് അറൗണ്ട് 2011 അപ്പോൾ നമുക്ക് ഓൺലൈൻ വർക്കൊന്നും അന്ന് ഒരു പൊതുവെ ഉണ്ടായിരുന്നില്ല. പേപ്പറുകളിൽ എവിടെയോ ഞാൻ വായിച്ചതാണ്, ഒരു നമ്മളുടെ നാട്ടിലൊരു US-ൽ നിന്നുള്ള ഒരു എംപ്ലോയർ വന്നിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു, പലർക്കും ജോലി കൊടുത്തിരുന്നു, അദ്ദേഹം ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു എൻ്റെ ഡ്രീമായിട്ട് ഈ ഡോളർ എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നതും ഏകദേശം അതുപോലെ തന്നെ ആയിരുന്നു. അദ്ദേഹത്തിന് അവിടെയുള്ള ഒരു വർക്കാണ് ചെയ്യാനുള്ളത്, അതെനിക്ക് ഇവിടെ ഇരുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നൊരിത്. അന്ന് ഇന്നത്തെ പോലെ നമ്മൾ അതായത് നെറ്റ്വർക്കൊന്നും അത്ര സുലഭമല്ലെങ്കിലും ഒരു USB ഡോഗിലൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ പതുക്കെ അന്നത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നല്ല രീതിയിൽ ചെയ്തു. ഒരു പുസ്തകം ആഡ് ചെയ്ത് അറൗണ്ട് 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറിനുള്ളിൽ ഒരു പുസ്തകം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അറൗണ്ട് 50 റുപ്പീസ് കിട്ടും. ആ രീതിയിലുള്ള ഒരു വർക്കായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് വർക്ക് ചെയ്തു. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് അതിൽ തുറന്നു വന്നു. അവരും ഒരു നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹം ഒരു പുതിയ പുതിയ മേഖലകളെ തേടി പോകാൻ പ്രേരിപ്പിക്കുന്ന ആളായിരുന്നു. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മറ്റു മേഖലകളിൽ നോക്കണം, വർക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ പ്രേരിപ്പിച്ചു. അങ്ങനെ സത്യം പറഞ്ഞാൽ ആദ്യം ആ ഒരു വീട്ടിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വരുമ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ജനൽ വഴി പുറത്ത് നോക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്ട്രൈഡ്, അല്ലെങ്കിൽ ആ സമയത്ത് ചെയ്ത ഒരു വിഷൻ, അത് യാഥാർത്ഥ്യമാവുകയായിരുന്നു. അങ്ങനെ ആദ്യത്തെ 1 മാസത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ശമ്പളമായിട്ടുള്ള ഒരു ഡോളർ, ഒരു 2500 രൂപയാണെങ്കിൽ അത് അക്കൗണ്ടിൽ, സ്വന്തമായിട്ടൊന്നും അക്കൗണ്ടില്ല, അപ്പോൾ നമ്മളുടെ ഫാമിലി അക്കൗണ്ടിലേക്ക് അത് വരുമ്പോഴും ആ ഒരു സന്തോഷം എന്ന് നമുക്കറിയാമല്ലോ. നമ്മളുടെ ഫാമിലിക്ക് നമ്മളായിട്ടൊരു കോൺട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും വലിയത്. കാരണം നമ്മൾക്ക് വേണ്ടി രാവും പകലും ഉറക്കവും എല്ലാം ഒഴിച്ചിട്ടാണ് നമ്മളുടെ ഫാമിലി, അമ്മ, അച്ഛൻ, അതുപോലെ തന്നെ സിസ്റ്റർ, അതുപോലെ ഇവിടെ തന്നെ ബ്രദർ, എല്ലാവരും നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതിലാണ്. അവർ ഉറക്കത്തിലായാലും ഊണിലായാലും പറയുന്ന പോലെ നമ്മൾ വിളിക്കുന്നുണ്ടോ എന്ന ഒരു ഇതാണ് അവർക്ക് എപ്പോഴും ഉള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു രീതിയിലൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു നമ്മളുടെ മനസ്സിന് തന്നെ ഒരു സമാധാനം, സന്തോഷം തരുന്ന ഒരിതാണ്. അപ്പോൾ അതാണ് സത്യം പറഞ്ഞാൽ ആ ഒരു റിവാർഡിലൂടെ നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു ഇത്. പിന്നീട് ആ ഒരു എൻകറേജ്മെൻറ്റിലൂടെയാണ് വീണ്ടും വീണ്ടും മറ്റ് കാര്യങ്ങളിലേക്ക് പോയത്. അങ്ങനെ ആദ്യത്തെ ഒരു സ്ട്രൈഡ് വെച്ച ഒരു ചരിതാർത്ഥ്യത്തിൽ ആണ് നമുക്ക് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും മുന്നോട്ട് വരണം. കാരണം എൻജിനീയറിങ് പഠിക്കുന്നതിനിടയ്ക്കാണ് ഇങ്ങനൊരു ആക്സിഡൻറ്റ് പറ്റിയത്. അപ്പോൾ അത് വർക്ക്ഷോപ്സ് അതുപോലെ ഉള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതങ്ങനെ ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ ഇങ്ങനെ ചെയ്യാൻ പറ്റും നോക്കിയാൽ, പക്ഷേ കയ്യിന് മൂവ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട് സ്ക്രൈബിൻ്റെ ആവശ്യം വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനൊരു ഹയർ സെക്കൻഡറി സ്കൂൾ
അധ്യാപകനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പരിചയമുള്ള ആഹ്, ഒരു സ്കൂളിൽ പോയിട്ടാണ് നമുക്ക് എങ്ങനെയായിരിക്കും ഇതിനുള്ള സാഹചര്യം എന്നെല്ലാം മനസ്സിലാക്കിയിട്ട് ഡിസ്റ്റൻ്റ് ആയിട്ട് BA ചെയ്യാനും അത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ തന്നെ ചെയ്യാനും ഉള്ളൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് എനിക്ക് മുന്നേ തന്നെ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ ആ ഒരു സത്യം പറഞ്ഞാൽ ആ ഒരു ആഗ്രഹം അങ്ങനെ പൂവണിഞ്ഞു എന്ന് പറയാം. അങ്ങനെ ലാംഗ്വേജ് പഠിക്കാൻ പറ്റി. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് ആ കോവിഡ് ടൈം വന്നിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളായി പുറത്ത് പോകാൻ പറ്റാത്തൊരു സാഹചര്യം അറിയാലോ. നമുക്ക് പല ആളുകളുടെയും പുതിയ വാതിലുകൾ തുറന്നു കിട്ടി, ചില വാതിലുകൾ അടയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് അന്ന് തുറന്നു കിട്ടിയ ഒരു വാതിലായിരുന്നു ഓൺലൈൻ ലേണിംഗ് എന്ന മേഖല. സത്യം പറഞ്ഞാൽ സ്പീച്ച് റെക്കഗ്നിഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് സത്യമായിട്ട് എനിക്ക് പരീക്ഷ സ്വന്തമായിട്ട് എങ്ങനെയെങ്കിലും എഴുതണം എന്നൊരു ആഗ്രഹമായിരുന്നു. മുമ്പ് നമുക്ക് സ്ട്രൈഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവൈലബിൾ ആകും, എങ്കിലും നമുക്ക് ഇതിലിപ്പോൾ ചെയ്യാനുള്ളൊരു കഴിവുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇതുപയോഗിച്ച് സ്വയം എങ്ങനെ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്ന ഒരു ഇതായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നമുക്കറിയാം, ഒരു ഓൺലൈൻ ലേണിംഗ് മേഖലയിൽ അവരുടെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റെപ്പാണ്. അമിറ്റി എന്ന് പറയുമ്പോൾ അവർ പയനീഴ്സാണ്. അവർക്ക് ഇതിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എന്നെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി വിളിച്ച സ്റ്റുഡൻറ് എക്സിക്യൂട്ടീവ് ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ വീണ്ടും അവർ എന്നെ കോണ്ടാക്ട് ചെയ്യാതെയായി. കാരണം അവർക്ക് ഒരു കാരണവശാലും കൺഫർമേഷൻ തരാൻ കഴിയുന്നില്ല. കറക്റ്റായിട്ട് നിങ്ങളെ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റും, സ്പീച്ച് റെക്കഗ്നിഷൻ ഉപയോഗിച്ച് അവർക്ക് അത് വാലിഡായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൺഫർമേഷൻ തരാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് അത് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തത്. കാരണം ആർക്കും അങ്ങനെ ഒരു പരിചയമില്ല. പക്ഷെ പിന്നീട് അവിടെ ഫാക്കൽറ്റീസൊക്കെ വളരെ സപ്പോർട്ടീവാണ്. അങ്ങനെ അവരുടെ സഹായത്തോട് കൂടിയിട്ട് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എക്സാമിന് മുമ്പായിട്ട് ഒരു ദിവസം ഒരു ലൈവ് സെഷൻ വെച്ചു. എന്നിട്ട് അവർ ചോദിച്ചു, എക്സാമിൻ്റെ ഒരു പോർട്ടൽ നമുക്കുണ്ട്, അപ്പോൾ അതിൽ മുന്നേ നമുക്ക് ഇതുപോലെ തന്നെ ടെസ്റ്റുകൾ എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ടെസ്റ്റ് വെച്ചിട്ട് എങ്ങനെയാണ് സ്പീച്ച് റെക്കഗ്നിഷൻ അതിൽ വർക്ക് ചെയ്യുന്നത് എന്ന ഒരു ടെസ്റ്റ് വെച്ചു. ഇത് വിൻഡോസിൻ്റെ തന്നെ ഒരു സിസ്റ്റം ആയതുകൊണ്ട് അവരുടെ ആ ഒരു സോഫ്റ്റ്വെയർ, ആ പ്ലാറ്റ്ഫോം നമ്മളുടെ ഇതിനെ ബ്ലോക്ക് ചെയ്തിട്ടില്ല. ഇത് കംപ്ലീറ്റ് ആക്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ വളരെ സക്സസ്ഫുള്ളായിട്ട് അവരുടെ ആ മോക്ക് ടെസ്റ്റിലും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ അതൊരു സ്റ്റാർട്ടിങ് പോയിൻ്റായി. പിന്നീട് ഇപ്പോൾ അതിൻ്റെ എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്യാനും നല്ല രീതിയിൽ അതിലത്തെ സ്കോർ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അതൊരു ലൈഫിൽ അടുത്തൊരു സ്ട്രൈഡായിട്ട് ഞാൻ കാണുകയാണ്. കാരണം അടുത്തൊരു വിഷൻ എനിക്കുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ PG ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് എൻ്റെ മാത്രമല്ല, അച്ഛനും എപ്പോഴും ഒരു മനസ്സിന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്, എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഒരു ജീവിതത്തിൽ വളരെയധികം ഒരു അമൂല്യമായ ഒരു നേട്ടമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു ലേണിങ്ങും കംപ്ലീറ്റ് ആയതോടുകൂടി നമുക്ക് ഇതിനൊക്കെ ഇടയ്ക്ക് നടക്കുന്നതെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും അതിനിടയ്ക്ക് നടന്നുകൊണ്ടിരുന്നു. കാരണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ IYWDയുടെ പ്രോഗ്രാമിന് ഒരു പങ്കെടുക്കാനുള്ള അവസരം കിട്ടി. ഇവിടെ ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന ആര്യനെറ്റ് എന്ന് പറഞ്ഞൊരു കോളേജിൽ നമുക്കൊരു ഇന്നൊവേഷൻ ഫോർ ഒരു ഇതാണ് ഫ്രൂഗൽ ഇന്നൊവേഷൻ എന്നൊരു പ്രോഗ്രാം നടന്നിരുന്നു. അപ്പം അതിൽ ഇവിടെ വീട്ടിൽ നമ്മൾ അത്യാവശ്യം ഇതുപോലെ ഈ സ്റ്റുഡൻസും എല്ലാവരും ഇവിടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ രീതിയിൽ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തുമായിരുന്നു. അപ്പോൾ ഈ ബയോഡീസലിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് നടത്തി ഇവിടെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടിലൊരു എക്സ്പെരിമെൻ്റ് നടത്തിയിരുന്നു. അപ്പോൾ ആ എക്സ്പെരിമെൻ്റ് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഫർദർ യൂണിവേഴ്സിറ്റി സപ്പോർട്ട് എല്ലാം വേണമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ IYWD പ്രോഗ്രാമിനെ പറ്റിയിട്ടും നിഷും KDSC എല്ലാം കൂടെ ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ആണ് ഇവിടെ തിരുവനന്തപുരത്ത് പോകാൻ കഴിഞ്ഞു, അതിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. പക്ഷെ അവിടെ നിന്നൊരു വഴിത്തിരിവുണ്ടായെന്ന് വെച്ചാൽ ഈ അവതരിപ്പിച്ചത് ഈ ഒരു പ്രോഗ്രാം ആയിരുന്നെങ്കിലും അതിൻ്റെ കൂടെ തന്നെ മറ്റ് ഒരു ഐഡിയ, അതായത് ഒരു അസിസ്റ്റീവ് ഡിവൈസ് ഡെവലപ്മെൻറ്റ് എന്നൊരു ഐഡിയ കൂടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ കാര്യം ഫർദർ നമ്മൾ അതൊരു യൂണിവേഴ്സിറ്റിയിൽ അയച്ചു കൊടുത്ത് അവരുടെ റിപ്പോർട്ടെല്ലാം കിട്ടിയിട്ട് എന്നിട്ട് വേണമായിരുന്നു ഫർദർ അത് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ആ പ്രോസസ്സ് ശരിക്കും ഡിലേ ആയി. അത് ഒരുപാട് ഡിലേ ആയപ്പോൾ നമുക്ക് അടുത്ത ഒരു ഓപ്ഷൻ വന്നത് എന്താ വെച്ചാൽ ഈ അസിസ്റ്റീവ് ഡിവൈസിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊരു
ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴാണ് ഇങ്ങനെ കൈ എക്സസൈസ് ചെയ്യുന്ന, അതായത് ഒരു ക്വാഡ്രിപ്ലീജിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, അതായത് കൈയുടെ മൂവ്മെൻറ്റും എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു പാരലിറ്റിക് കണ്ടീഷനാണ്. ശരിക്കും പറഞ്ഞാൽ കൈയുടെ മൂവ്മെൻ്റ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്രത്തോളം ഇൻഡിപെൻഡൻസിന് അദ്ദേഹത്തെ സഹായിക്കുന്നു എന്നത് ഏറ്റവും മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം നമുക്കറിയാം, ഇപ്പോൾ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഒരു കൈയും ഒരു കാലും എഫക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പാരാപ്ലീജിയ, ഈ ഇടുപ്പിൽ നട്ടലിൻ്റെ ഇടുപ്പ് ഭാഗത്ത് അപകടം പറ്റിയിട്ടുള്ള, കാല് മാത്രം അഫക്റ്റഡ് ആയിട്ടുള്ള പാരലിറ്റിക് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ കൈയുടെ മൂവ്മെൻ്റ് അധികം എഫക്റ്റ് ആവാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കൈയുടെ മൂവ്മെൻ്റ് എങ്കിലും ഉള്ളതുകൊണ്ട് ഓൾമോസ്റ്റ് 75% അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. പല കാര്യങ്ങൾക്കും അവർ സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണുള്ളത്, ഈവൻ ദോ ദേ ആർ പാരലിറ്റിക്. പക്ഷേ കൈയുടെ മൂവ്മെൻ്റ് എഫക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ജീവിതത്തിൽ നമ്മൾ ഏതൊരു ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ മറ്റൊരാളെ വിളിക്കേണ്ടി വരിക എന്ന ഒരു സാഹചര്യം. അപ്പോൾ അത് എങ്ങനെ, അങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ എങ്ങനെ അത് സപ്പോർട്ട് ചെയ്യാം? നമുക്കറിയാം, വളരെ ഇങ്ങനെ ഒരു പാരലിറ്റിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അതിനിപ്പോഴും എഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പി തന്നെയാണ്. അതായത് ബ്രെയിനിൻ്റെ ആ ഒരു ന്യൂറോപ്ലാസ്റ്റിസിറ്റി അങ്ങനെയുള്ളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു പേഷ്യൻറ്റിന് റിക്കവറി കൊണ്ടുവരാം എന്നത് ഫിസിയോതെറാപ്പിയിലൂടെ തന്നെയാണ് റിക്കവറി. ഇപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിലും പല ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുള്ളത് ഫിസിയോതെറാപ്പി പ്രോപ്പർലി അത് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസിലൂടെ പോയിട്ട് തന്നെയാണ്. ഇങ്ങനെ ഒരു അപ്പോൾ അതുകൊണ്ട് നമ്മളും ആ ഒരു എങ്ങനെ സപ്പോർട്ട് ചെയ്യും, നമുക്ക് കേരളത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പേഷ്യൻറ്റിൻ്റെ എണ്ണം ആയാലും, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ആയാലും പേഷ്യൻറ്റിൻ്റെ എണ്ണവും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ കൗണ്ടും ആ ഒരു റേഷ്യോ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. നമുക്ക് പേഷ്യൻറ്റിന് അത്രയും വേണ്ടത്ര ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഫിസിയോതെറാപ്പി സപ്പോർട്ട് ഇപ്പോഴും നമ്മൾക്ക് ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ കമ്മ്യൂണിറ്റി ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ലാഗ് ചെയ്ത് നിൽക്കുമ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമുക്കറിയാം, ഇപ്പോൾ ഡിവൈസസിൻ്റെ കാലമാണ്, അസിസ്റ്റീവ് ടെക്നോളജി, പിന്നെ അതുപോലെ തന്നെ AI ഒക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം വളരെയധികം ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടാവുന്ന ഒരു മേഖലയാണ് അസിസ്റ്റീവ് ടെക്നോളജി മേഖല. അപ്പോൾ ഈ മേഖലയിൽ ഈ ഒരു പേഷ്യൻ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിലൊരു ആം എക്സസൈസിങ് ഡിവൈസ് തന്നെ ഞങ്ങളൊരു രൂപം നൽകിയിട്ട് അത് വർക്ക് ചെയ്യായിരുന്നു IYWDയിൽ. നമ്മൾ വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്ത് അതിന് ഗൈഡൻസ് ആയിട്ട് നമുക്ക് ഇവിടെ ഡെയ്സി മാമിൻ്റെ എല്ലാം കീഴിൽ വളരെ ഹെൽപ്ഫുള്ളായിട്ട് ഡോക്ടർ അവനീഷ് സാർ എല്ലാം നമുക്ക് ഒരുപാട് സപ്പോർട്ടായിരുന്നു. അങ്ങനെ അവിടെ ഒരു ടീമും ഫോം ചെയ്യാൻ സാധിച്ചു. അവിടെ ശങ്കർ എന്ന് പറഞ്ഞിട്ട് കായംകുളത്ത് നിന്നുള്ള മറ്റൊരു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അദ്ദേഹത്തിനോട് കൂടെ ജോയിൻ ചെയ്ത്, അദ്ദേഹത്തിന് തന്നെ റിലേറ്റീവ് ആയിട്ടുള്ള മനീഷ് രാജ്, അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്, മെക്കാനിക്കൽ. അങ്ങനെ ഈ ഒരു ടീം ഫോം ചെയ്യാനും ഇതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റിലേക്ക് പോകാനും സാധിച്ചു. അതിൻ്റെ നെക്സ്റ്റ് ലെവലിലായിട്ട് തന്നെ നമുക്ക് IYWDയുടെ ആ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ഡിജിറ്റൽ ഇമ്പാക്ട് സ്ക്വയറിലും നമുക്ക് ആ പ്രൊജക്റ്റ് കൊണ്ടുപോകാനും അവിടെ നിന്ന് നമുക്ക് റോബിൻ ടോമി സാറുടെ കീഴിൽ ആ ഫർദർ ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മളുടെ സർട്ടിഫിക്കേഷൻസിൻ്റെ ഭാഗത്തിൽ ഇപ്പോഴും നമുക്ക് ഇവിടെ സഹൃദയ കോളേജിൽ ഡോക്ടർ ജിബിൻ ജോസ് സാറുടെ സപ്പോർട്ടിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും അതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റിലാണ് ഇപ്പോഴുള്ളത്. കാരണം ആ ഒരു സർട്ടിഫിക്കേഷൻ പാർട്ട് വളരെയധികം ഡിവൈസ് സൂക്ഷ്മതയോടെ ഫർദർ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിൽ ആണ് ഇപ്പോഴും നമ്മളത് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു മേഖലയാണ് ഇതിനും നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷൻ ആയാലും കരിയർ ആയാലും അതിനോട് കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളെല്ലാം ഈ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ അതിനോട് കൂടെ തന്നെ മറ്റൊരു മേഖലയും എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു താല്പര്യമുള്ളതാണ് എഴുതുക എന്നുള്ളത്. ലിറ്ററേച്ചർ വളരെയധികം ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അത് എഴുതുക, വായിക്കാനുള്ള സമയം കുറവായിട്ട് കിട്ടിയാലും അത് ഓഡിയോ ബുക്സ് ആയിട്ടും അങ്ങനെ കേൾക്കുന്ന രീതിയിലാണ് പിന്നീട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഒരു മധുവനം എന്നൊരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാനും അതിൽ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലുണ്ട്, കവിതകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ ലേഖനങ്ങളായിട്ടൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ നമ്മളുടെ ഈ ഒരു ജീവിതത്തിൽ നമ്മൾ ഈ സ്ട്രൈഡ്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. പക്ഷേ ഈ സ്ട്രൈഡ്സ് വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വഴി വേണം. ആ വഴിയിലാണ് നമ്മൾ സ്ട്രൈഡ്സ്
വെക്കുന്നത്. അത് പലപ്പോഴും നമുക്ക് തന്നിട്ടുള്ളത് ആ ഒരു ഈശ്വരൻ്റെ ഒരു ശക്തി തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ രാമായണം എന്നുള്ളൊരു പുസ്തകം ഒരുപാട് ഒരു ഇൻസ്പയറിംഗ് ആയിട്ടും അതുപോലെ തന്നെ എനിക്കൊരു ബ്ലെസ്സിങ് ഫീലിംഗ് ആയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ. അപ്പോൾ നമുക്കറിയാം ഇന്നിപ്പോൾ ലോകത്ത് ഒരുപാട് വായിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ് ഭഗവത്ഗീത. പക്ഷെ അത്രത്തോളം അറിയപ്പെടുന്നുണ്ടോ നമ്മളുടെ മഹാഭാരതം എന്നറിയില്ല. പക്ഷെ മഹാഭാരതത്തിലെ ചെറിയൊരു ഭാഗമാണ് ഭഗവത്ഗീത. അതുപോലെ തന്നെ രാമായണം ഒരു ചെറിയ ഭാഗമാണ് അതിലത്തെ ഉപദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ഭാഗം ആണ് ഒരു ശ്രീരാമഗീത എന്ന രീതിയിലൊരു പുസ്തകം പബ്ലിഷ് ചെയ്യാനും ഇവിടെ പാലക്കാട് തന്നെയുള്ള ഏകതത്വ പബ്ലിഷേഴ്സിൽ അത് പബ്ലിഷ് ചെയ്യാനും ഇവിടെ നമുക്ക് ഇവിടെ ഡോക്ടർ നരേന്ദ്രമേനോൻ സാറുടെ കീഴിൽ ആ പുസ്തകം ഇവിടെ പബ്ലിഷ് ചെയ്യാനും ഇവിടെ ഒറ്റപ്പാലത്ത് തന്നെ ഒരു മികച്ച ഇവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ അത് റിലീസ് ചെയ്യാനുമുള്ളൊരു സാഹചര്യം കിട്ടി. അതും എൻ്റെ ജീവിതത്തിൽ മറ്റൊരു സ്ട്രൈഡായിരുന്നു. കാരണം ഇത് ഈ ഭാഗങ്ങളെല്ലാം വായിച്ച് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഇതൊരു പുസ്തകമാക്കണം, അത് ഇവിടെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഓഡിറ്റോറിയത്തിൽ വന്നത് റിലീസ് ചെയ്ത് ഒരുപാട് പേരിലേക്ക് അത് എത്തിക്കണം എന്നതൊക്കെ ഒരു സ്ട്രൈഡ്, ഒരു വിഷനായിരുന്നു. പക്ഷെ അത് നടന്നു നല്ല രീതിയിൽ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കതിൻ്റെ ഓഡിയോ ബുക്ക് റിലീസ് ചെയ്യാനും സാധിച്ചു. നമുക്ക് അങ്ങനെ ഉള്ള ഒരുപാട് സ്റ്റെപ്സ് നമുക്ക് ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിട്ട് വന്നിട്ടുണ്ട്. ശ്രീ രാജീവ് കാർൽമണ്ണ സാറാണ് നമ്മളുടെ പുസ്തകം ഓഡിയോ ബുക്കായിട്ട് റിലീസ് ചെയ്ത് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഉള്ളതാണ് എൻ്റെ ജീവിതത്തിലെ കുറച്ച് സ്ട്രൈഡ്സ് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണം എന്നതായിരുന്നു എനിക്കൊരാഗ്രഹം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാടുണ്ട്, നല്ല കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ മോശം കാര്യങ്ങളുണ്ട്. നമ്മൾ മോട്ടിവേഷനായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഈ ഒരു പലപ്പോഴും ആ ഒരു വിഷനെ ബേസ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് അതിനോട് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വരുന്നതും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് ഒരു മെസ്സേജ് എന്ന രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് അറിഞ്ഞിട്ടുള്ളൊരു കാര്യം ടേക്ക് ബിഗ് സ്ട്രൈഡ്സ് ആൻഡ് ബാക്ക് ഇറ്റ് വെൽ എന്നാണ്. എടുക്കുമ്പോൾ വലിയ സ്ട്രൈഡ്സ് എടുക്കുക, ഡ്രീം ബിഗ് എന്ന് പറയുന്ന അതേ ആശയം തന്നെയാണ്. വലുതായിട്ട് ചെയ്യുക, അതിനൊപ്പം നമ്മൾ അതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക എന്ന ഒരു ഇത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ല രീതിയിൽ പുതിയ പുതിയ വിഷനും എല്ലാം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവാനും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രോഗ്രാമിൽ എന്നെ കൊണ്ടുവന്ന ലക്ഷ്മി മാമിനോടും അതുപോലെ തന്നെ കെ ഡിസ്ക് നിഷ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും, ശ്രീജിത്ത് സാർ, എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് അജയ്. താങ്ക് യു സോ മച്ച്. ഒത്തിരി മോട്ടിവേഷണൽ ആൻഡ് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ നമുക്ക് നൽകിയതിൽ ഒത്തിരി നന്ദി. നമുക്കിനി അടുത്തത് ഒരു ചെറിയൊരു ഫീഡ്ബാക്ക് സെഷനിലേക്ക്, ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കടക്കാം. നമ്മുടെ ഓഡിയൻസിനോടാണ് എന്തെങ്കിലും അജയ്നോട് ചോദിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു സെഷനിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഇറ്റ്സ് ടൈം ഫോർ ദാറ്റ്. ഓവർ ടു യു audience. Hello Ajay sir. Hello sir. Welcome. Sir, what advice would you like to give a young students who wants to follow the passion but feel the uncertain about their path? Sir, ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം പാതയെക്കുറിച്ച് ഒരു അനിശ്ചിതത്വം നേരിടുന്ന ഒരു യുവതലമുറയിലെ വിദ്യാർത്ഥികൾക്ക് സാറിന് എന്ത് ഉപദേശമാണ് നൽകാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും അതിനെ ബേസ് ചെയ്ത് തന്നെയാണ് ഇപ്പം ഞാൻ ലാസ്റ്റ് ചെയ്ത ഒരു മെസ്സേജും ടേക്ക് ബിഗ് സ്ട്രൈഡ്സ് ആൻഡ് ബാക്ക് ഇറ്റ് വെൽ. എടുക്കും വലിയ വലിയ സ്ട്രൈഡ്സ് ആയിട്ട് നമ്മൾ എടുക്കുക, അത് നല്ല രീതിയിൽ ബാക്ക് ചെയ്യാൻ, അത് പവർഫുള്ളായിട്ട് ബാക്ക് ചെയ്യാൻ ശ്രമിക്കുക, വലിയ നല്ല വിഷൻസ് വയ്ക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ജീവിതത്തിൽ പറഞ്ഞ കാര്യങ്ങളായാലും ഒരു അപകടം പറ്റിയിട്ട് ഇങ്ങനെ തളർന്ന് റൂമിലിരുന്ന് വെറുതെ കിടക്കുന്ന വ്യക്തി ജനലിൽ നോക്കിയിട്ട് മനസ്സിൽ വെച്ചൊരു വിഷനായിരുന്നു എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് വരും, ഞാൻ അതിൽ ഡോളേഴ്സ് സമ്പാദിക്കാൻ ഉള്ളൊരു തുടങ്ങും എന്ന രീതിയിൽ ചെറിയൊരു മനസ്സിൽ ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ തീർച്ചയായിട്ടും അനിശ്ചിതത്വം തന്നെയാണ്. ഞാനിത് എൻ്റെ ഇത് പങ്കുവെച്ച ആളുകൾ ഒരുപാട് പേര് എന്നെ കളിയാക്കിയിട്ടും അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ അത് തീർച്ചയായിട്ടും അനിശ്ചിതത്വം തന്നെയാണ് നമ്മളുടെ മുന്നോട്ടുള്ള പാതയിലുള്ളത്. എങ്കിലും ആ ഒരു മുന്നോട്ട് കൊണ്ടുപോകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു വിഷനാണ്. നമ്മൾ ആ വിഷനെ എത്രത്തോളം മുറുകെ പിടിക്കുന്നോ അത്രത്തോളം
ആണ് നമ്മളുടെ മൈൻഡ് അതിനുള്ള സാഹചര്യങ്ങൾ കൊണ്ടുവരികയും എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ കരിയറിൻ്റെ കാര്യം പറഞ്ഞാലും എനിക്ക് ജോലി ചെയ്യണമെന്ന് ആഗ്രഹം വന്നപ്പോഴാണ് നമ്മളുടെ ഒരു റിലേറ്റീവ്സിന് ആ ഒരു ഇത് ലാപ്ടോപ്പ് കൊണ്ടുവന്ന് തരാനുള്ളൊരു സാഹചര്യം, നമ്മളതിൽ വർക്ക് ചെയ്ത് ചെയ്യാനുള്ളൊരു സാഹചര്യം, ഇങ്ങനെയെല്ലാം വരുന്നത് ആ ഒരു വിഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു വിഷൻ വയ്ക്കുക, സ്ട്രൈഡ്സ് എടുക്കുക എന്നാണ് എനിക്ക് ജനറലി എൻ്റെ ജീവിതത്തിൽ നിന്നും കൊടുക്കാൻ കഴിയുന്ന ഒരു മെസ്സേജ്. താങ്ക് യു. Okay, thank you, sir. Thank you. Thank you, Mahalakshmi. Any more questions? Start listening. Mouse grid 7. 1 click. Further questions ഇല്ലെങ്കിൽ നമുക്ക് wind up ചെയ്യാം. Thank you so much, Ajay, for that inspiring and heartfelt session. Your words remind us that strides, big or small, are not just about moving forward, but about shaping paths for others to follow. We also thank all our participants for joining us today. Stay connected with Team Stride for our upcoming sessions in the Stride Forward Talk series. Until next time, let's continue to walk with courage and innovation. Have a wonderful evening. നന്ദി, ഒത്തിരി നന്ദി എല്ലാവർക്കും. അജയ്ക്ക് ഒന്നുകൂടെ നന്ദി പറയുന്നു. എല്ലാ പാർട്ടിസിപ്പൻസിനും ഒന്നുകൂടെ KDISCിൻ്റെ പേരിലും സ്ട്രൈഡിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി പറയുന്നു. Thank you, ma'am. Thank you, everyone. Click that. Thank you.